بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഹദീസുകൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആരിഫീങ്ങളുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോഴാണ് സ്വലാത്തിൻ്റെ അനുഭവം, സ്വലാത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ നമുക്ക് ദർശിക്കാനാവുക. ഷെയ്ഖ് സ്വാദിഖ് അലവി തങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ അനുഗ്രഹീതമായിട്ടുള്ള സമ്മാനത്തിൻ്റെ അഥവാ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും പ്രകാശങ്ങളും നമുക്ക് കാണാനാവുക അധികരിച്ചിട്ട് ചൊല്ലുമ്പോഴാണ്. ധാരാളമായ സ്വലാത്താണ് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നത്, വിശ്വാസത്തെ ചൈതന്യപ്പെടുത്തുന്നത്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അള്ളാഹുവിനോടും നമ്മെ അടുപ്പിക്കുന്നത്. ഷെയ്ഖ് സ്വാദിഖ് അലവി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അധികരിച്ചിട്ടുള്ള സ്വലാത്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അധികരിച്ചിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴാണ് സ്വലാത്തിനെ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ ദർശനങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ചിട്ട്, നന്മകളെക്കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആരിഫീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സയ്യിദുനാ ഷെയ്ഖ് ഇമാം അഹ്മദു തിജാനി തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താ? ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ തെറ്റുകളാൽ നിറഞ്ഞ കർമ്മ പുസ്തകങ്ങളുമായിട്ട് മലക്കുകൾ അള്ളാഹുവിലേക്ക് ചെല്ലുമ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഇവൻ നമ്മുടെ പ്രണയഭാജനത്തിൻ്റെ അഥവാ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണത്തിലുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ തിന്മകൾ മറ്റൊരാളുടെയും തിന്മകൾ പോലെയല്ല. മറ്റുള്ളവരെ അവരുടെ തിന്മകൾ കാരണത്താൽ പിടികൂടപ്പെടുന്ന പോലെ ഇവൻ്റെ പ്രവൃത്തികൾ പിടികൂടുകയില്ല. സയ്യിദുനാ ഷെയ്ഖ് ഇമാം അഹ്മദു തിജാനി തങ്ങളുപ്പാപ്പ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെയൊക്കെ അമലുകൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടും. നമ്മൾ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾ അത് രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടും. അപ്പം നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണെങ്കിൽ നമ്മുടെ തിന്മകൾ നിറഞ്ഞിട്ടുള്ള നമ്മുടെ കർമ്മ പുസ്തകം, നമ്മുടെ കിതാബായിട്ട് മലക്കുകൾ ആകാശലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് പറയുന്ന കാര്യം എന്താണ്? ഇവൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിലുള്ള ആളാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അങ്ങനെ പറയാനുള്ള കാരണം? ഈ ആൾ പിന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണതയിലുള്ള ആളാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ആ വ്യക്തി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളായതുകൊണ്ട്. അപ്പം നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണതയിലുള്ള ആളുകളായിരിക്കും, അല്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന കാര്യം എന്താണ്? ഇവൻ്റെ തിന്മകൾ, ഇവൻ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ തിന്മകൾ മറ്റൊരാളുടെയും തിന്മ പോലെയല്ല. മറ്റുള്ളവരെ അവരുടെ തിന്മകൾ പിടികൂടുന്ന പോലെ ഇവനെ എന്ത് ചെയ്യൂല? ഇവൻ്റെ പ്രവൃത്തികൾ പിടികൂടുകയില്ല. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണതയിലായിരിക്കും. ഇരു ലോകത്തും നമുക്ക് സുരക്ഷിതത്വം ഉണ്ടായിരിക്കും. ഇരു ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കും, അല്ലേ? അപ്പം ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഷെയ്ഖ് ഇമാം അഹ്മദു തിജാനി തങ്ങളുപ്പാപ്പ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രേരിപ്പിച്ചിട്ടുള്ള, നമ്മളൊരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ് സയ്യിദുനാ ഷെയ്ഖ് ഇമാം അഹ്മദു തിജാനി തങ്ങളുപ്പാപ്പ. ഇന്ന് തിജാനി തങ്ങളുപ്പാപ്പൻ്റെ ആണ്ടാണ്. അഥവാ ഷവ്വാൽ 17 സയ്യിദുനാ ഷെയ്ഖ് ഇമാം അഹ്മദു തിജാനി തങ്ങളുപ്പാപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിയത്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക? കഴിയുന്നവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഖുർആൻ ഓതിയിട്ടും സ്വലാത്തുൽ ഫാത്തിഹ ഒക്കെ ചൊല്ലിയിട്ടും സയ്യിദുനാ ഷെയ്ഖ് ഇമാം അഹ്മദു തിജാനി തങ്ങളുപ്പാപ്പക്ക് ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ അവിടുത്തെ ഏറ്റവും നല്ല കുട്ടികളായിട്ട്, അവിടുത്തെ ഏറ്റവും നല്ല മുരീദന്മാരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഓരോ നിമിഷവും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
തങ്ങളെ ഉണർവിൽ തന്നെ കാണുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും എത്തിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബിയിൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.